കഴിഞ്ഞ 22 വർഷങ്ങളായി പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റ് നിരവധി പ്രോത്സാഹന പദ്ധതികളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒരു പദ്ധതിയാണ് കർഷക മിത്രം. എന്താണ് ഈ കർഷക മിത്രം? വിദ്യാർത്ഥികളെ തൻ്റെ ജൈവ കൃഷിയിലേക്ക് അല്ലെങ്കിൽ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്നതാണ് ഈ കർഷക മിത്രത്തിന്റെ പ്രധാന ഉദ്ദേശം തന്നെ. വീട്ടാവശ്യത്തിനുള്ള വിഷം തീണ്ടാത്ത പച്ചക്കറി വീട്ടിൽ തന്നെ ഒരുക്കുന്നതിനായി വിദ്യാലയങ്ങൾക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും പച്ചക്കറി വിത്തുകളും തൈകളും വിത്തിട്ട് മുളപ്പിച്ച് കറിവേപ്പ് തൈകൾ നൽകുന്ന പദ്ധതിയും, അതിനു പുറമെ വൃക്ഷങ്ങളുടെ സംരക്ഷണത്തിലൂടെ ഭൂമിയെ സംരക്ഷിക്കാനും വായു മലിനീകരണം പരിഹരിക്കാനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടം ഒരുക്കുന്ന ഒത്തിരി പദ്ധതികളാണ് ഈ വിദ്യാധനം ട്രസ്റ്റ് നടപ്പിലാക്കുന്നത്. ഇതാ നമ്മുടെ ഈ മഹത്തമേറിയ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഏതൊരു ചടങ്ങിന് മുൻപിലും അദൃശ്യമായ കരങ്ങളുടെ ഈശ്വരന്റെ കരങ്ങളുടെ സാമീപ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ചടങ്ങും ഏതൊരു ഉദ്യമവും ഫലവത്താവുള്ളൂ. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം ഈശ്വര പ്രാർത്ഥനയ്ക്കായി. അനുദിനം ഞങ്ങൾ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേൻ പ്രണാമം. മണ്ണിലും പിന്നിലും പുല്ലിലും പൂവിലും നന്മയായി ഉണ്മയായി നീ അണയൂ. കണ്ണിനു കനവായി കാതിനു കുളിരായി ഉള്ളിലെ ഉണർവായി നീ തെളിയൂ. അനുദിനം ഞങ്ങൾ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേൻ പ്രണാമം. അനുപമ ജ്യോതിസേൻ പ്രണാമം. പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഹരിതാഭമയം അതിജീവന പാഠം എന്ന് പറയുന്ന ഈ ചടങ്ങിന്റെ സ്വാഗതം ആശംസിക്കുന്നതിനായി മുൻ കേന്ദ്ര സംസ്ഥാന മന്ത്രിയും വിദ്യാധനം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയും ഇപ്പോൾ കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയുമായ പ്രൊഫസർ KV തോമസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നീണ്ട 22 വർഷങ്ങളായി വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി വിവിധ സാമൂഹ്യ വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതികളുടെ പ്രയോജനം ലഭിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് പുത്തൻതോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതിലെടുത്തു പറയേണ്ട ഒന്ന് വിദ്യാപോഷണം പോഷക സമൃദ്ധം പദ്ധതി. ഏകദേശം 50,000-ഓളം കുട്ടികൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഒരു ദിവസം 15 രൂപയുടെ സമൃദ്ധമായ ഭക്ഷണം നൽകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടുകൂടി ആരംഭിച്ച വിദ്യാപോഷണം പോഷക സമൃദ്ധം പദ്ധതി തുടങ്ങിയ കാലഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഉൾപ്പെടുത്തിയിരുന്നു. ഇന്ന് ഉച്ചഭക്ഷണവുമായും പ്രഭാത ഭക്ഷണവുമായും ബന്ധപ്പെട്ട് ധാരാളം പ്രോജക്റ്റുകൾ നമ്മുടെ MLAയും മറ്റ് ഏജൻസികളും നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ഇത്തരം സംരംഭങ്ങൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ട്രസ്റ്റ് ഈ പദ്ധതിയുമായി കടന്നു വന്നത്. മറ്റൊന്ന്, വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ രംഗത്ത് പ്രോത്സാഹിപ്പിക്കാൻ SSLCക്കും പ്രീ ഡിഗ്രിക്കും A+ കിട്ടുന്ന കുട്ടികളെ സ്കോളർഷിപ്പ് കൊടുത്ത് സഹായിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഹരിതാഭമയം അതിജീവന പാഠം. നമ്മുടെ വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഈ അധ്യയന വർഷം
25,000 കുട്ടികൾക്ക് 100ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കറിവേപ്പിലയും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളും നൽകുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഗവർണറാണ്. ഇതിനകം 100ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കറിവേപ്പിലയും ഫലവൃക്ഷങ്ങളും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കറിവേപ്പിലയെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കറിവേപ്പിലയില്ലാത്ത കറിയില്ല. നാം പറയാറുണ്ട് കറിവേപ്പില പോലെ എടുത്തു കളയുക. കറി വയ്ക്കാൻ കറിവേപ്പില ഇടും, കറി വെച്ച് കഴിഞ്ഞാൽ എടുത്തു കളയും. പക്ഷേ കറിവേപ്പിലയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് കട്ടെടുക്കുന്ന കറിവേപ്പിലയെ വെച്ച് വളർത്തിയെടുക്കാൻ കഴിയും. കാരണം അത്ര എളുപ്പമല്ല കറിവേപ്പില തൈ പിടിപ്പിക്കുക എന്നുള്ളത്, വളർത്തിയെടുക്കുക എന്നുള്ളത്. ഇത് ടെക്നോളജി മാറി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ സഹായത്തോടുകൂടി കൃഷി വിജ്ഞാന കേന്ദ്രയിലെ ശാസ്ത്രജ്ഞന്മാരുടെ സഹായത്തോടുകൂടി കറിവേപ്പില കുരുവിൽ നിന്നും തൈകൾ മുളപ്പിച്ചെടുത്ത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുകയാണ്. ഞങ്ങൾ കൊടുത്തിട്ടുള്ള കറിവേപ്പിലയ്ക്ക് പ്രത്യേകമായ ഒരു സ്മെല്ലും ഒരു നല്ല മണമുണ്ട്, നന്നായിട്ട് വളരുന്നുണ്ട്. വേണമെങ്കിൽ അലങ്കാര ചെടികൾ പോലെ നമ്മുടെ വീടുകളിൽ കറിവേപ്പില ഒരു ചട്ടിയിൽ തന്നെ വളർത്താൻ കഴിയും. കാരണം ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രാണവായു പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്ന ഒരു ചെടിയാണ് കറിവേപ്പില. അത് ചട്ടികളിൽ നമുക്ക് വളർത്താൻ കഴിയും, മണ്ണിൽ നടാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ചെടിയാണ് ഈ അക്കാഡമിക് വർഷത്തിൽ 25,000 വിദ്യാർത്ഥികൾക്കായി വിതരണം ചെയ്യുന്നു. അതിൻ്റെ വിതരണ പദ്ധതി ഇന്നത്തോടെ ഗവൺമെൻറ് സ്കൂളിലും എറണാകുളം ഗേൾസ് ഹൈ സ്കൂളിലും കൊടുക്കുന്നതോടുകൂടി ഈ അധ്യയന വർഷത്തിൽ അവസാനിക്കുകയാണ്. ഇതിനകം 25,000 കറിവേപ്പില ചെടികൾ, 1000ഓളം ഫലവൃക്ഷ തൈകൾ, ഇത്രയും ചെടികൾ നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രയിലെ ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ള കാർഷിക വിദഗ്ധരാണ് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പരിശീലനം നൽകുന്നവർ. ഇതിന് മുൻകൈയെടുത്ത കൃഷി എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകർ തുടക്കം മുതലേ ഇവിടുത്തെ PTA ഉൾപ്പെടെ ഉള്ളവർ വലിയ ഒരു സ്വീകരണമാണ് നൽകിയത്. ഇന്ന് അസംബ്ലി അവസാനിക്കുകയാണ്, അടുത്ത തിരഞ്ഞെടുപ്പിൽ നാം പോകുന്നത്. ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ MLA മാക്സിലൂടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ ആശംസകളുമുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ PTA സഹായ സഹകരണമുണ്ട്, അധ്യാപകരുടെ സഹായ സഹകരണമുണ്ട്, വിദ്യാർത്ഥികളുടെ സഹായം. നിങ്ങൾക്കെല്ലാം പ്രൊഫസർ KV തോമസ് വിദ്യാധരൻ ട്രസ്റ്റിൻ്റെ പേരിലും കൃഷി വിജ്ഞാന കേന്ദ്രയുടെ പേരിലും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. താങ്ക് യു സർ. വളരെയധികം കരുതലോടെ അതുപോലെ കൈത്താങ്ങായി മുൻപ് ഞാൻ ആലോചിക്കുകയായിരുന്നു വിദ്യാഭോഷണം പരിപാടി. ആ പരിപാടിയിലൂടെ നമുക്ക് തരുന്ന എല്ലാ സഹായങ്ങൾക്കും ഇനിയും ഈ സ്കൂളിനായിട്ടുള്ള എല്ലാ ഉന്നമനത്തിന് വേണ്ടിയും താങ്കളുടെ ട്രസ്റ്റ് കൂടെ ഉണ്ടാവും എന്ന ആത്മവിശ്വാസത്തോടെ നന്ദി. അടുത്തതായി എനിക്ക് ക്ഷണിക്കേണ്ടത് നമ്മുടെ PTA പ്രസിഡന്റാണ്. PTA പ്രസിഡന്റിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു വലിയ ചുമതലയാണ് തോമസ് മാഷ് തൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശുദ്ധവായുവിൻ്റെ ശോഷണം ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. പ്രത്യേകമായൊരു പാർലർ, ഒരു കാലത്ത് പാർലർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലറായിരുന്നു. ഇപ്പം പുതിയ പാർലർ ഓക്സിജൻ പാർലറാണ്. ഓക്സിജൻ പാർലറിൽ ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളിൽ തുടങ്ങിയിട്ട് കുറേ നാളായി. ഡൽഹിയിൽ കഴിഞ്ഞ 7 വർഷമായി ഓക്സിജൻ പാർലറിന് പ്രത്യേകമായ കേന്ദ്രമുണ്ട്. സമീപ ദിവസങ്ങളിൽ തന്നെ കൊച്ചിയിലും തിരുവനന്തപുരത്തും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഓക്സിജൻ പാർലർ ആരംഭിക്കേണ്ടി വരും. ശുദ്ധവായുവിൻ്റെ ശോഷണം ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നിരവധി രോഗങ്ങൾ, മാറാരോഗങ്ങൾ,
അവശത, ശാരീരികമായ ആഘാതങ്ങൾ, പക്ഷാഘാതം ഉൾപ്പെടെ എല്ലാം ഒരു വ്യക്തിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ അധികം പറഞ്ഞ് സമയം കളയുന്നില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് മാഷ് ഏത് ചുമതല എടുത്താലും, ഞാൻ മാഷോട് MB ആയിരിക്കുന്ന സമയത്ത് ഞാൻ വിദ്യാർത്ഥിയാണ് സ്കൂളിൽ, ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ, ഇന്നിപ്പോൾ കേന്ദ്രാവിഷ്കൃത ഫണ്ട് പലരും ചെലവഴിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പലത് ലാപ്സായി പോവുകയാണ്. ധാരണയില്ലാത്തതിന് ഫലമായി, കാഴ്ചപ്പാടില്ലാത്തതിന് ഫലമായി, പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യാൻ ഫലമായി നിരവധി പ്രോജക്റ്റുകളും ഫണ്ടുകളും ലാപ്സായി പോകുന്നൊരു ചിത്രമെല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കഴിവില്ലായ്മയുടെ ഫലമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. ഇതൊരു നാട് നേരിടുന്ന പ്രശ്നം കൂടിയാണ്. അങ്ങനെ KV തോമസ് ഇവിടെ MBയും മറ്റു ചുമതല വഹിക്കുന്ന സമയത്താണ് നിരവധി കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളെല്ലാം ഇവിടെ ചെലവഴിച്ചത് ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നീട് ഞാൻ പഞ്ചായത്തും ബ്ലോക്കിലേക്കെല്ലാം ഞാൻ പോയിരുന്നു. അപ്പോൾ നല്ല കാഴ്ചപ്പാടുകൂടി ഒരു നാടിൻ്റെ വികസനം, തൻ്റെ വരുമാനത്തിൻ്റെ, ഞാൻ ഏറ്റവും മനസ്സിലാക്കുന്നത് മാഷിൻ്റെ ഭാര്യയുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ടാണ്. എത്രയോ നല്ലൊരു ഫാമിലി, കുടുംബമാണ്. പൊളിറ്റിക്കലായി അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥയുള്ള ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ വിമർശിക്കും, അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കും. പക്ഷേ ഒരു നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന കുടുംബം മാഷും മാഷിൻ്റെ ഭാര്യയുമല്ല. എത്രയോ പദ്ധതികളാണ് നമ്മുടെ നാടിന് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്കൂളുകളിലെ ക്യാമ്പയിൻ, ഇത് കേവലം ഒരു തൈ കൊടുക്കൽ മാത്രമല്ല, ഒരു സന്ദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുദ്ര തന്നെയാണ് കുട്ടികളുടെ കൈകളിലേക്ക് കൊടുക്കുന്നത്. ഇത് ഓരോ പ്രദേശത്തെയും വ്യത്യസ്തമായ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ തങ്ങളുടെ വീടുകൾക്ക് മുന്നിലും ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ കഴിയുന്ന സ്ഥലത്തും ഇത് പിടിപ്പിച്ചു വളർത്തുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്നൊരു വലിയ പൗരബോധത്തിന്റെ ഉയർന്ന തലമുണ്ട്. അത് ഭൂമിയെ സംരക്ഷിക്കുന്ന ചുമതലയാണ്. താൻ പല്ല് തേക്കുമ്പോൾ കളയുന്ന വെള്ളം, കൈ കഴുകുമ്പോൾ കളയുന്ന വെള്ളം, ആ വെള്ളത്തിന്റെ എല്ലാ തരത്തിലുള്ള കണികകളെയും ഇതിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഗൗരവമായ നീക്കത്തിന് തുടക്കം കൂടിയാണ് ഇത്തരം പദ്ധതി എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അതിന് മാഷിനെ ഞാൻ അഭിനന്ദിക്കേണ്ട കാര്യമില്ല. മാഷ് അങ്ങനെ അഭിനന്ദനം വെക്കാൻ അങ്ങനെ മനസ്സുള്ള ഒരാളല്ല. പക്ഷേ നമുക്ക് നമ്മുടെ നാട്, നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ഒരു വലിയ ഒരു ധാരണയിലാണ് ഈ സന്ദേശം ഏറ്റെടുക്കേണ്ടത്. അത് നമ്മുടെ സ്കൂളിലെ അധ്യാപകർ, നമ്മുടെ HMും പ്രിൻസിപ്പളും അതേപോലെ അധ്യാപകരെല്ലാം ഈ കാര്യത്തിനകത്ത് ഈ പദ്ധതി നമ്മുടെ സ്കൂളിൽ നടത്താൻ വേണ്ടി എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മധുര മലയാളം എന്ന പരിപാടി തോമസ് മാഷ് ഇവിടെ സംഘടിപ്പിച്ചത്. അതെല്ലാം നമ്മുടെ ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടുന്നില്ല, 118 വർഷം ചരിത്രമുള്ള ഒരു സ്കൂളാണിത്. 118 വർഷത്തിന് മുമ്പ് ഒറ്റ മുണ്ടെടുത്ത് നടക്കുന്ന ഒരു നാടാണ് ഒരു വ്യക്തി. മാറുമറക്കാത്ത നിരവധി പേർ നടന്ന് നെയ്യ ചെളിക്കൊണ്ടിൽ പണിയെടുത്തവരുടെ നാടാണിത്. കമ്പാവലകളെല്ലാം വലിച്ച് കരിങ്കല്ലില്ലാത്തൊരു നാട്ടിൽ ചൂണ്ടവലക്ക് പോയി ചൊറക് പിടിച്ച് അത് അഭിമാനം കൊണ്ടൊരു നാട് കൂടിയാണ് ഈ കണ്ടക്കടവും ചെല്ലാനവും കണ്ണമാലിയും കാട്ടിപ്പറമ്പും മാനശ്ശേരിയും സൗദി ഉൾപ്പെടെയുള്ള പ്രദേശം. അവിടെയുള്ള കുട്ടികളെയാണ് ഇവിടെ വിട്ടത്. ഒരു ചെറിയ തുരുത്തിൽ ഒരു ചെറിയ കട്ടയും എല്ലാം വെച്ച് ചുറ്റിനും ചകിരിച്ചോറും അതിൻ്റെ അപ്പുറം മണലും എല്ലാം പിടിപ്പിച്ചുള്ള ഈ സ്കൂൾ ഇന്ന് ഈ കേരളത്തിലെ ഏറ്റവും അഭിമാനമുള്ള സ്കൂളായി മാറിയിരിക്കുന്നു. 118 വർഷ ചരിത്രം. അങ്ങനെ ഈ സ്കൂളിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ മുന്നോട്ട് വന്ന മാഷിനെയും ഞാൻ പ്രത്യേകം ഒന്നുകൂടി അഭിനയിക്കുന്നു. കുട്ടികളെല്ലാം ഇത് ഏറ്റുവാങ്ങി തൻ്റെ ഹൃദയത്തിലായിരിക്കണം ഈ ചെടികളും വൃക്ഷങ്ങളും എല്ലാം സംരക്ഷിക്കേണ്ടത്. അത്തരത്തിൽ ഈ പദ്ധതി നല്ല നിലക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ആശംസകളും മറ്റെല്ലാ കാര്യങ്ങളും നേർന്നുകൊണ്ട് അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പദ്ധതി വിശദീകരണത്തിനും അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനുമായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആൻഡ് ഹെഡ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യത്തിനെ ഏറ്റവും ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു.
2017 ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ കർഷക മിത്രം. ഇന്ന് 8 വർഷങ്ങൾ കഴിഞ്ഞു. എറണാകുളം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ധാരാളം സ്കൂളുകളിൽ കറിവേപ്പില തൈകൾ വിതരണം നടത്തി. സ്കൂളിലെ കുട്ടികൾക്ക് 100,000 കറിവേപ്പില തൈകൾ വിതരണം നടത്തുക എന്നുള്ളതായിരുന്നു നമ്മളുടെ തുടക്കത്തിലെ ലക്ഷ്യം. അത് എത്രയോ മുമ്പ് തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സ്കൂളുകളിൽ ഫലവൃക്ഷ തോട്ടം വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു പുതിയ പദ്ധതി കൂടി നമ്മൾ ഇതിനിടയിൽ ആവിഷ്കരിക്കുകയും പല സ്കൂളുകളിലും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. പുത്തൻതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുകൂലമായ സാഹചര്യം ഇല്ല എന്നുള്ളതിനാൽ നമ്മൾ ഇപ്രാവശ്യം അതിന് മുതിർന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തത് എന്നുള്ളത് ഇതിനു മുമ്പ് പ്രസംഗിച്ച എല്ലാവരും സംസാരിക്കുകയുണ്ടായി. കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കുക, കൃഷി ചെയ്യുക, കർഷകനെ ബഹുമാനിക്കാൻ പഠിക്കുക. ഇതാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അമ്മ വീട്ടിലുണ്ടാക്കി തരുന്ന ഭക്ഷണവും അതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുറത്തു പോയിട്ട് കഴിക്കാറുള്ള ഭക്ഷണവും, ബർഗറും പിസയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അറിയാം. അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ചിപ്സ്, കുറുക്കുറെ, എന്ത് ഭക്ഷണം എടുത്താലും അതെല്ലാം കൃഷിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയുമോ? കൃഷിയിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ കടലിൽ പോയിട്ട് മീൻ പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യം നമുക്ക് ഭക്ഷണമാണ്. ഇതല്ലാതെ എന്ത് തരം ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിലും അത് കാർഷിക വൃത്തിയിലൂടെ ഉള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷി എന്നുള്ളത് നമുക്ക് ഭക്ഷണം തരുന്ന അന്നദാതാവാണ്. അതുകൊണ്ട് തന്നെ കൃഷിയെ നമ്മൾ ബഹുമാനിക്കുകയും കൃഷി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ ഘട്ടങ്ങളിലും നമ്മൾ അനുസ്മരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ മെസ്സേജാണ് നമ്മൾ ഈ കറിവേപ്പില തൈ നിങ്ങൾക്ക് തരുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ തരുന്ന കറിവേപ്പ് തൈകൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുകയും അത് ഒരു സമ്മാനമായിട്ട് കൊടുക്കുകയും അത് വീട്ടിൽ നട്ടു വളർത്തുകയും അതിനെ പരിചരിക്കുകയും എല്ലാ ദിവസവും അതിൽ നിന്ന് ഇലകൾ അമ്മയ്ക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന തരത്തിൽ ദിവസേന ഒരു സമ്മാനം കൊടുക്കുന്ന തരത്തിലേക്ക് അതിനെ പരിപാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ഇവിടെ വന്നപ്പോൾ ഹെഡ് മിസ്ട്രസിൻ്റെ റൂമിൽ കുറേ ഫോട്ടോകൾ വെച്ചിരിക്കുന്നത് കണ്ടു, പ്രൈസുകൾ വെച്ചിരിക്കുന്നത് കണ്ടു. ഏറ്റവും ബെസ്റ്റ് ഹരിത വിദ്യാലയം, മാതൃഭൂമി സീഡിൻ്റെ പുരസ്കാരം, അങ്ങനെ കൃഷി പരിസ്ഥിതി സംരക്ഷണത്തിൽ അവാർഡുകളും സമ്മാനങ്ങളും വാങ്ങിക്കൂട്ടിയ കുട്ടികളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കറിവേപ്പ് എന്ന് പറയുന്ന ഒരു ചെടി തിരഞ്ഞെടുത്തത്? 2014-15 കാലഘട്ടങ്ങളിൽ കേരള കാർഷിക സർവകലാശാല നടത്തിയ പഠനങ്ങളിൽ നമ്മുടെ പച്ചക്കറി കടകളിൽ നിന്ന് വാങ്ങുന്ന വസ്തുക്കളിൽ ഏറ്റവും അധികം കീടനാശിനി സാന്നിധ്യമുള്ളത് കറിവേപ്പിലകളിലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് നമ്മളൊരു അന്വേഷണം നടത്തുകയുണ്ടായി. നമ്മളുടെ കേരളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില വരുന്നത് പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ആന്ധ്രാപ്രദേശിലെ കറിവേപ്പ് പാടങ്ങളിൽ, കറിവേപ്പ് തോട്ടങ്ങളിൽ നമ്മൾ പോവുകയും അവിടെ പഠനങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ ചെടി വളരുന്നതിന് മാത്രമല്ല, ചെടി പിറ്റേ ദിവസം ഈ ഇലകൾ 2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമോ ഇവിടെ മാർക്കറ്റിൽ എത്തുമ്പോൾ നമ്മുടെ വീട്ടിലെത്തുന്നത് വരെ കേടാകാതിരിക്കാനുള്ള കെമിക്കലുകൾ വരെ അതിലടിക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്തി. ഇലകൾ അല്ലെങ്കിൽ കറിവേപ്പ് തൈകൾ നമ്മൾ വീട്ടിൽ നിന്ന് നട്ടു വളർത്തി കഴിഞ്ഞാൽ അത്രയെങ്കിലും വിഷാംശം നമ്മളുടെ ഉള്ളിൽ ചെല്ലുന്നത് കുറയുമല്ലോ എന്നുള്ളതാണ് നമ്മൾ ഓർത്തത്. തുടക്കത്തിൽ നമ്മുടെ തോമസ് സാറ് പറഞ്ഞതുപോലെ വളരെ ബുദ്ധിമുട്ടാണ് കറിവേപ്പ് പിടിച്ചു കിട്ടാൻ. അതിന് കാരണം നമ്മളുടെ വേരുകളിൽ നിന്ന് പൊട്ടിമുളച്ച് വരുന്ന കറിവേപ്പ് തൈകളാണ് നമ്മുടെ സാധാരണ ഇവിടെ കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേസമയം ഇത് വിത്തിട്ട് മുളപ്പിച്ച കറിവേപ്പ് തൈകളാണ്. ഇതിൻ്റെ വേരുകൾ ടാപ്പേഡ് റൂട്ട് സിസ്റ്റമാണ്. ഇത് നേരെ താഴേക്കാണ് പോവുക. അതേസമയം വേരുകളിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ ഇത് നമ്മൾ ഹൊറിസോണ്ടൽ റൂട്ട് സിസ്റ്റമാണ്. അതുകൊണ്ട് ഇത് പിടിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ കുഴപ്പമില്ല. നന്നായിട്ട് വെള്ളം ഒഴിക്കുകയും പരിചരിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചാണ്.
പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയാറുണ്ട്, മറ്റ് സ്കൂളുകളിൽ നമ്മൾ മരങ്ങൾ നടാറുമുണ്ട്. ഇവിടെ സൗകര്യമില്ലാത്തതെന്ന് ഞാൻ സൂചിപ്പിച്ചു. എങ്ങനെയാണ് മരങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായിക്കുന്നത്? നിങ്ങൾ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസൊക്കെ പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഇന്ന് ജനസംഖ്യ വർദ്ധിക്കുകയും വ്യവസായങ്ങൾ വർദ്ധിക്കുകയും വാഹനങ്ങൾ വർദ്ധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവയെല്ലാം പ്രവർത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ പുറന്തള്ളപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഹരിതഗ്രഹ വാതകം എന്നാണ് പറയുക. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ എറണാകുളത്ത് ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഇപ്പോൾ ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് മാർച്ച്, ഏപ്രിൽ, മെയ് താണ്ടണം. അപ്പോഴേക്കും ഇപ്പം തന്നെ ചൂട് വളരെ നന്നായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഈ ഹരിതഗ്രഹ വാതകങ്ങളാണ് ചൂട് കൂടാനുള്ള കാരണമായിട്ടുള്ളത്. എങ്ങനെയാണ് മരങ്ങൾ ഇത് കുറയ്ക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മരങ്ങൾ പകൽ സമയങ്ങളിൽ അകത്തേക്ക് എടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്, പുറത്തേക്ക് വിടുന്നത് ഓക്സിജനാണ്. അപ്പോൾ ഈ അകത്തേക്ക് എടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഭക്ഷണം പാകം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് മരങ്ങളുടെ തടികളിലും അതിൻ്റെ ശിഖരങ്ങളിലും അതിൻ്റെ ഇലകളിലും സൂക്ഷിച്ചു വെക്കുന്നു. ഇത് സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കുറയുന്നു. എത്ര മരങ്ങൾ കൂടുതലുണ്ടോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കുറവായിരിക്കും. അതായത് ഒരു മേശപ്പുറത്ത് വീണ വെള്ളം നമ്മളൊരു ഉണങ്ങിയ സ്പോഞ്ച് കൊണ്ട് ഒപ്പിയെടുക്കുന്നത് പോലെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ മരങ്ങൾ ഒപ്പിയെടുക്കുക അല്ലെങ്കിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മൾ പുറത്തു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഇത് ശ്വസിക്കുന്ന ഒന്നാണ് മരങ്ങൾ. ഈ മരങ്ങൾ പുറത്തുവിടുന്നത് ഓക്സിജനാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും മരങ്ങളും തമ്മിൽ നേരിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഈ ബന്ധം നമ്മൾ നമ്മുടെ മനസ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മരങ്ങൾ വെട്ടാൻ തോന്നില്ല എന്ന് മാത്രമല്ല, മരങ്ങൾ സംരക്ഷിക്കാനും മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനും നമുക്ക് സാധ്യമാക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി സംരക്ഷിക്കുകയും ഒപ്പം കൃഷിയെ ബഹുമാനിക്കുകയും കർഷകനെ ബഹുമാനിക്കുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യുക എന്നുള്ളത് ആരോഗ്യമുള്ള ഒരു തലമുറയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി എന്തിനാണ് ആരോഗ്യമുള്ള ഒരു തലമുറ? ഇത്രയും ഞാൻ പറഞ്ഞു 2017 മുതൽ തോമസ് സാറ് ഇങ്ങനെയൊരു പ്രോഗ്രാം സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം, 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളാണ് ആ സമയത്ത്. എത്ര വർഷം കഴിയും? 20 വർഷത്തിലധികം കഴിയും. അപ്പോൾ ഈ ഇരിക്കുന്ന കുട്ടികളാണ് അന്നത്തെ ഓഫീസർമാർ, അന്നത്തെ രാഷ്ട്രീയക്കാർ, അന്നത്തെ നേതാക്കന്മാർ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആരോഗ്യമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് തന്നുവിടുന്ന കറിവേപ്പ് തൈകൾ കൃത്യമായിട്ട് പരിപാലിക്കുകയും അത് വെറുതെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാതെ അതിൻ്റെ പരിപാലനം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഓരോ വളർച്ചാ ഘട്ടങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യുക. അത് ഞങ്ങൾക്ക് എത്തും. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടീച്ചർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ക്ലബ്ബുകളും മറ്റും കാണും. അപ്പോൾ ഇത്തരത്തിൽ നല്ല കുട്ടികളായി ആരോഗ്യമുള്ള തലമുറയായിട്ട് രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, വികസിത ഭാരതം എന്നുള്ള നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ല മിടുക്കന്മാരും മിടുക്കുകളുമായിട്ട് വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും അതിൽ മരങ്ങളുടെ പങ്ക് എന്തുകൊണ്ട് അത് വിദ്യാർത്ഥികളായ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായി നമുക്ക് ഈ ഒരു പദ്ധതി വിശദീകരിച്ചു തന്ന ഷിനോജ് സാറിന് ഈ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി കറിവേപ്പില തൈ വിതരണമാണ്. വിതരണം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട KV തോമസ് സാറിനെയും മറ്റു വിശിഷ്ട വ്യക്തികളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
ആശംസ അർപ്പിക്കുന്നതിനായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി വിജയ മാഡത്തിനെ ഏറ്റവും ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഭൂമിയെ പച്ചയണിയിച്ച് സംരക്ഷിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ഹരിത പാഠവുമായി പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റ് ആവിഷ്കരിച്ച വിദ്യാർത്ഥികൾക്ക് കറിവേപ്പില തൈ വിതരണത്തിന്റെ 5ാം ഘട്ടമാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുന്നത്. നേരത്തെ ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ 118 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ് നമ്മുടേത്. നമുക്കറിയാം, ഓരോ വർഷവും ഒന്നിനൊന്ന് മികച്ചതായി മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയമാണ് നമ്മുടേത്. ഈ വർഷം തന്നെ 47 കായിക പ്രതിഭകളെ, സംസ്ഥാനത്തിൽ പങ്കെടുത്ത കായിക പ്രതിഭകളെ നേടിയെടുക്കുന്നതിനും ഒരുക്കുന്നതിനും, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിയുണ്ട് നമുക്ക്. മികച്ച SPC യൂണിറ്റ് ഉണ്ട്, കൈറ്റ് യൂണിറ്റ് ഉണ്ട്. മികച്ച ശാസ്ത്ര പ്രതിഭകളുള്ള സ്കൂളാണ്. സബ് ജില്ലയിൽ തന്നെ സ്പോർട്സിൽ 1ാം സ്ഥാനം നേടിയ സ്കൂളാണ്. SSLCക്കും +2-നും മികച്ച റിസൾട്ട്. SSLCക്ക് 100%, +2-ന് ഏകദേശം 80-82% റിസൾട്ട് നേടിക്കൊണ്ട് ചെല്ലാനം പഞ്ചായത്തില് എപ്പോഴും മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ പുത്തൻതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ വിദ്യാലയത്തെ ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതിന് പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയായ നമ്മുടെ പ്രിയങ്കരനായ KV തോമസ് സാറിനോടുള്ള ആദരവ് ഞാൻ ആദ്യം അറിയിക്കുകയാണ്. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, 22 വർഷമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. വിദ്യാപോഷണം, ഉച്ചഭക്ഷണം നടപ്പിലാക്കുന്ന പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞു. +2-നും SSLCക്കും A+ നേടിയ വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പുകൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ട്രസ്റ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മീറ്റ് ദ ലീഡേഴ്സ് എന്നുള്ള ഒരു പ്രോഗ്രാമിലൂടെ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഗവർണറുമായി സംവദിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ഉപരിയായി നാം എല്ലാം ജീവിക്കുന്ന ഈ ഭൂമിയെ ഹരിതമായി മാറ്റുവാനും മനുഷ്യന് ആവശ്യമുള്ള ഓക്സിജൻ ലഭിക്കുന്നതിന് വേണ്ടി വൃക്ഷത്തൈകൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു പദ്ധതി അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് ഏറ്റെടുത്തതിൽ അത്യധികം നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ICAR കൃഷി വിജ്ഞാന കേന്ദ്രം എറണാകുളം, അതിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആൻഡ് ഹെഡ് ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യൻ സാർ, അദ്ദേഹം വളരെ വിശദമായി നമ്മുടെ വിദ്യാർത്ഥികളുമായി ഇന്നത്തെ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് കിട്ടിയ കറിവേപ്പില തൈ വീട്ടിൽ കൊണ്ടുപോയി കൃത്യമായി സംരക്ഷിക്കണമെന്നും പരിപാലിക്കണമെന്നും അത് മറ്റുള്ള സഹപാഠികളോടും കൂടി പറഞ്ഞ് ഒന്നുകൂടി അത് എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ കൃത്യമായി പരിപാലിക്കുക. അപ്പൊ ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യൻ സാറിനെ, ഈ പദ്ധതി വിശദീകരിച്ച സാറിനെ ഞാൻ കൃതജ്ഞത അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ നമ്മുടെ PTA പ്രസിഡന്റ് ആന്റണി ഷീലൻ സാറിനെ ഉള്ള കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ
വോട്ട് ഓഫ് താങ്ക്സ് നൽകുന്ന ഡോക്ടർ ഷോജി ജോയ് എഡിസൺ, ഹോർട്ടിക്കൾച്ചറിസ്റ്റ് KVK എറണാകുളം അവർക്കും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സദസ്സിലുള്ളവരും വേദിയിലുള്ളവരും സദസ്സിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും പുത്തൻതോട് സ്കൂളിൽ എത്തിച്ചേർന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളോടും കൃതജ്ഞത അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി പുത്തൻതോട് സ്കൂളില് ഈ പദ്ധതി നടപ്പിലാക്കിയതിനുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മുടെ പ്രഗത്ഭനായ ഒരു അധ്യാപകൻ പ്രകാശ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെയും അതിലേറെ ആദരവോടെയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റ്, ആ ട്രസ്റ്റിനോട് പുത്തൻതോട് സ്കൂള് എന്നും ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ ട്രസ്റ്റിൻ്റെ ആദ്യ സംരംഭം സാർ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാധനം പോഷകസമൃദ്ധം എന്ന പദ്ധതിയിലൂടെ, വിദ്യാപോഷണം പരിപാടിയിലൂടെ നമ്മുടെ സ്കൂളിലാണ് നടപ്പാക്കി തുടങ്ങിയത് എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. വിവിധ ജനപ്രതിനിധികളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഒക്കെ സഹായമുള്ളപ്പോഴും വിദ്യാധനം ട്രസ്റ്റ് അന്നും അതിനെ തുടർന്നും ഒക്കെ നമുക്ക് നൽകിയ നിസ്സീമമായ സഹകരണത്തിന് ഇന്ന് ഏറ്റവും കൃതജ്ഞതയോടെ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാതൃഭൂമി മധുരം മലയാളം പരിപാടി നടപ്പാക്കുന്ന സമയത്ത് മാതൃഭൂമിയിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രഗത്ഭമതികളായ എല്ലാ വ്യക്തിത്വങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ആ പരിപാടി പുത്തൻതോട് സ്കൂളിലാണ് സാറ് ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. നമ്മുടെ സ്കൂളിനെ തിരഞ്ഞെടുത്തതിൽ നമുക്ക് പ്രത്യേകമായി അഭിമാനിക്കാം. ജന്മം കൊണ്ട് കുമ്പളങ്ങിക്കാരനായ അദ്ദേഹം കുമ്പളങ്ങിയെയും കണ്ടക്കടവിനെയും പശ്ചിമ കൊച്ചിയെയും ഒക്കെ ഹൃദയത്തിലേറ്റ് അതിൻ്റെ പുരോഗമനത്തിനായി എന്നും നിലകൊള്ളുന്ന മഹത് വ്യക്തിത്വമാണ്. തീർച്ചയായും അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മുടെ സ്കൂളിനും ലഭിക്കാറുണ്ട്, ലഭിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ഹരിതാഭമയം അതിജീവന പാഠം എന്നുള്ളതാണ്. പുത്തൻതോടിനും ഹരിതാഭമയമായ ചരിത്രം അതിജീവനത്തിൻ്റെ ചരിത്രം കൂടിയാണ്. തീർച്ചയായും അതിൽ നിന്നുള്ള വെളിച്ചം നമ്മുടെ കുട്ടികൾ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട്. അതുപോലെ തന്നെ തുടർന്നും ഞങ്ങളുടെ ഇപ്പോൾ പറഞ്ഞ പാരിസ്ഥിതിക പ്രശ്നങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന കൃഷിപാഠങ്ങൾ തരാൻ ബഹുമാനപ്പെട്ട ഷിനോയ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം എന്നൊരു അഭ്യർത്ഥനയും കൂടി വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രഥമാധ്യാപിക ആസിയ ടീച്ചർക്ക് വേണ്ടി ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഏറ്റവും ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരിതാഭമയം അതിജീവന പാഠം എന്ന പ്രോഗ്രാമിൻ്റെ 6ാം ഘട്ട ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. നമ്മുടെ ഈ ഉദ്ഘാടനത്തിൽ കഴിഞ്ഞ 5 പ്രോഗ്രാമിലും കൃഷി വിജ്ഞാന കേന്ദ്രം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാമായിട്ടാണ് ഇത് നടത്തുന്നത്. ഏകദേശം 25,000-ഓളം കറിവേപ്പില തൈകളും 1000-ഓളം ഫലവൃക്ഷ തൈകളും കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. അതിൻ്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച് പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റ് ചെയർമാനും ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായിട്ടുള്ള പ്രൊഫസർ KV തോമസ് സാറാണ്. സാർ ഇന്നലെ ഒരു യാത്ര കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അദ്ദേഹം ശരിക്കും ഉറങ്ങിയിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ സാർ ഒരിക്കലും അത് മിസ് ചെയ്യാറില്ല. അത് എങ്ങനെയും സാറ് കൃത്യസമയത്ത് അവിടെ എത്തുകയും നമ്മൾ ആരും എത്തുന്നതിന് മുമ്പ് സാറ് അവിടെ എത്തുകയും അതിനുവേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സ് നേരത്തെ തന്നെ എല്ലാം ചെയ്യുകയും ചെയ്യും. അത് തന്നെയല്ലേ ഈ വിദ്യാധനം ട്രസ്റ്റിന്റെ ഈ പ്രോഗ്രാം ഈ കൃഷിയുടെ മേഖലയിൽ മാത്രമല്ല, ബാക്കി നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എല്ലാ മേഖലകളിലും സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്നതാണ്. അവരുടെ പഠന കാര്യങ്ങളിലായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും അവരെ കൃഷിയിലേക്ക് നയിക്കുന്ന പദ്ധതികളിലായാലും എല്ലാത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റ്. അതിന് ചുക്കാൻ പിടിക്കുന്ന പ്രൊഫസർ KV തോമസ് സാറിന് നിസ്സീമമായ നന്ദി ഈ സമയത്ത് ഞങ്ങൾക്ക് ട്രസ്റ്റിന്റെ പേരിലും KVKയുടെ പേരിലും പുത്തൻതോട് ഗവൺമെന്റ് സ്കൂളിന്റെ പേരിലും അറിയിക്കും.
അടുത്തായിട്ട് നമ്മളുടെ ഇന്നത്തെ ഈ പദ്ധതി വിശദീകരണം നടത്തിയത് ഡോക്ടർ ഷിനോദ് സുബ്രഹ്മണ്യൻ സാറാണ്. അദ്ദേഹം കുട്ടികളിൽ കൃഷിയുടെ പ്രാധാന്യം എന്താണ്, കൃഷി എന്തുകൊണ്ടാണ് അവരറിയേണ്ടത് എന്നുള്ളതിനെ പറ്റി അദ്ദേഹം വിശദമായി പറഞ്ഞു. അത്രയും നല്ല ഒരു പദ്ധതി വിശദീകരണം നടത്തിയ എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റും ഹെഡുമായിട്ടുള്ള ഡോക്ടർ ഷിനോദ് സുബ്രഹ്മണ്യൻ സാറിന് നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പുത്തൻതോട് സ്കൂളിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുത്തൻതോട് സ്കൂളിൽ ഇത്രയും കുട്ടികൾ ഇവിടെ ഉള്ളത് ഇവിടുത്തെ ടീച്ചർമാര് നല്ലോണം പഠിപ്പിക്കുകയും ഇവിടെ അവർക്കുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഞാനിപ്പം ആ ഒരു മോന്റെ അടുത്ത് സംസാരിച്ച പറഞ്ഞ് ഇവിടെ സംസ്ഥാന തലത്തില് ഫുട്ബോൾ ടീം, അത്ലറ്റിക് ടീം 47 പേരോളം പങ്കെടുത്തു. അതിൽ ടെന്നീസിൽ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ട്, നാഷണൽ ലെവലിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ടീച്ചർമാര് മാത്രം വിചാരിച്ചാൽ പോരാ, PTA സ്ട്രോങ് ആയാൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇവിടെ ടെന്നീസ് കോർട്ട് ഉണ്ട്. അതുപോലെയുള്ള ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെയൊക്കെ ഫണ്ടുകൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുകൾ നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെയുള്ള നല്ല നേതാക്കളും നമുക്കും ആവശ്യമാണ്. അപ്പൊ സാറ് ആന്റണി ശീലൻ സാറ് ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. വിജയ മാഡമാണ് പ്രിൻസിപ്പൽ GHSS പുത്തൻതോട്. മാഡം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും പറ്റി സംസാരിക്കുകയുണ്ടായി, എല്ലാവർക്കും നന്ദി പറയുകയുണ്ടായി. മാഡത്തെ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ പറ്റി, സ്കൂളിന്റെ സ്ട്രെങ്തിനെ പറ്റി മാഡം പ്രത്യേകം ഊന്നൽ കൊടുത്ത് സംസാരിക്കുകയുണ്ടായി. മാഡത്തോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ആസിയ ടീച്ചർ ഞങ്ങൾ ആദ്യമേ ഈ മീറ്റിങ്ങിന് വന്നപ്പോൾ ഞങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുകയും ഈ സ്കൂളിലേക്ക് വരാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു സംസാരം ഒക്കെ ഞങ്ങളോട് ചെയ്യുകയും ചെയ്ത ഒരാളാണ്. ആസിയ ടീച്ചറിന് ഇപ്പൊ എത്താൻ സാധിച്ചിട്ടില്ല. ആസിയ ടീച്ചറിനുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. സ്കൂളിന് വേണ്ടി സംസാരിച്ച പ്രകാശ് സാർ സ്കൂളിന്റെ കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയുണ്ടായി. സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ പറ്റി, വിദ്യാധനൻ ട്രസ്റ്റ് സ്കൂളിന് ചെയ്ത നന്മകളെ പറ്റിയൊക്കെ അദ്ദേഹം ലിസ്റ്റ് ചെയ്ത് സംസാരിക്കുകയുണ്ടായി. പ്രകാശ് സാറിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കാർഷിക മേഖലയിൽ സ്കൂൾ നടത്തിയ മുന്നേറ്റങ്ങളെ പറ്റി അദ്ദേഹം പ്രത്യേകം ഊന്നൽ കൊടുത്ത് സംസാരിക്കുകയുണ്ടായി. സാറിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്തായിട്ട് ഇവിടെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ സഹായിച്ച ഹെഡ് മിസ്ട്രസിന്റെ അഭാവത്തിൽ മഞ്ജുള ടീച്ചർ, അതുപോലെ തന്നെ വളരെ നല്ല ശുദ്ധ മലയാളത്തിൽ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും നമ്മളുടെ ഈ പ്രോഗ്രാം അവതരിപ്പിച്ച സെലീന ജെയിംസ് ടീച്ചറിനോടും ഉള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അബ്ദുള്ള മട്ടാഞ്ചേരി, ആൻഡപ്പൻ ചേട്ടൻ, അങ്ങനെയുള്ള പല പ്രമുഖ വ്യക്തികളും ഇവിടെയുണ്ട്. അബ്ദുള്ള മട്ടാഞ്ചേരിയൊക്കെ വളരെ സാംസ്കാരിക തലത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ്. അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കുട്ടികളെല്ലാം വളരെ നല്ല രീതിയിൽ അച്ചടക്കത്തോടു കൂടെയാണ് ഇവിടെ ഇരുന്നത്. അപ്പം നിങ്ങൾ നല്ല കുട്ടികളാണ്. നിങ്ങൾക്കുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാ ടീച്ചർമാർക്കുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. NCC കേഡറ്റ്സ് ബാക്കിയുള്ള എല്ലാ ടീം അംഗങ്ങൾക്കുള്ള നന്ദി അറിയിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സ്കൂളിനെ മനസ്സിലാക്കി, കുട്ടികളെ മനസ്സിലാക്കി, PTA മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ യോഗത്തിന്റെ നന്ദി പ്രകാശിപ്പിച്ച ഷോജി സാറിന് ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ. ഹരിതാപമയം അതിജീവന പാഠം, ഭൂമിയെ പച്ച വിരിച്ചുകൊണ്ട് ഈ ഒരു സ്കൂളും ഈ സ്കൂളിന്റെ സമൂഹവും വിദ്യാർത്ഥികളും കാർഷിക പാഠങ്ങളും ഭൂമിയെ സംരക്ഷിക്കുന്ന പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നടക്കും എന്ന പ്രതീക്ഷയോടുകൂടി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ യോഗ നടപടികൾ അവസാനിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.